ഭാരതി റായ്, ആ പേര് കേട്ട എനിക്ക് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നോവാർട്ടിസിൻ്റെ CDO എന്ന സ്ഥാനത്തിലേക്ക് കുതിച്ചെത്തിയ മിടുക്കിയായ കോർപ്പറേറ്റ് മാഗ്നറ്റിൻ്റെ രൂപമായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞാലും ആ പേരിന് ആ രൂപമേ വരുള്ളൂ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു പോകുന്നത് അല്ലെങ്കിൽ പിന്തള്ളപ്പെടുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ലോകമെങ്ങും പല ചർച്ചകളിൽ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ അവർ സംസാരിക്കാറുണ്ട്. ഭാരതി റായ് ഒരിക്കൽ ഈ സോ കോൾഡ് ഗ്ലാസ് സീലിംഗ് അത് ഉണ്ടോ ഇല്ലയോ, അതിലെങ്ങനെയാണ് സ്ത്രീകൾ ചിറകടിച്ച് വീഴുന്നത്, അതിന് വിശകലനം ചെയ്ത് ഒരു രീതിയിൽ ഇങ്ങനെ പറയുന്ന കേട്ടോ. ഒരിക്കൽ അവർ പറഞ്ഞിട്ടുണ്ട്, ദ ഫസ്റ്റ് ലെയർ ഓഫ് ദ സീലിംഗ് ഈസ് മോൾഡഡ് ഇൻ എ മൈൻഡ് വെൻ ഷീ ഈസ് ഓൺലി ഇൻ ഹെർ ചൈൽഡ്ഹുഡ്. ഒരു പെൺകുട്ടി അവൾ ഏറ്റവും ബാലികയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾ പിന്നീട് പറയുന്ന ഈ ഗ്ലാസ് സീലിംഗ് എന്നുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനെ നമുക്ക് മറികടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഘടകത്തിൻ്റെ ആദ്യത്തെ ലെയർ ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നത് തന്നെ അവൾ ഒരു ബാലികയായിരിക്കുമ്പോഴാണ് എന്ന് ഭാരതി റായ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വായിച്ചത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് വേറൊരു ഭാരതി റായാണ്. കൽക്കത്തയിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു 1996 മുതൽ 2002 വരെയുള്ള. അതേപോലെ തന്നെ ഭാരതി റായ് ഒരുപാട് കാര്യങ്ങളിൽ കൽക്കത്തയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ, ഫെമിനിസ്റ്റ് പ്രസ്ഥാനം, ഇതിനൊക്കെ മുൻനിരയിൽ നിന്ന ഭാരതി റായിൽ തൻ്റെ അമ്മയെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ അമ്മമാരെന്നൊരു ജനനി മകൾ മാതൃത്വം എന്ന പേരിൽ റിങ്കി ഭട്ടാചാര്യ എഡിറ്റ് ചെയ്ത ഒരു ബുക്കാണിത്. അപ്പോൾ ആ ബുക്കിനകത്ത് അവർ എഴുതുമ്പോൾ തനിക്കും തൻ്റെ അമ്മയ്ക്കും വേണ്ടി സാധാരണ എന്ന വിശേഷണ പദത്തെ അവർ അനുചിതമായ വിനയത്തോടെ അവലംബിക്കുന്നുണ്ടെങ്കിലും അവരുടെ അമ്മ, ഈ ഭാരതി റായുടെ അമ്മ, ഇന്ദ്രപ്രസ്ഥ കോളേജിൽ നിന്ന് അക്കാലത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡൽഹി സർവകലാശാലയുടെ സ്വർണ്ണ മെഡൽ നേടി. എന്നാലോചിക്കും, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും മിടുക്കി പെൺകുട്ടികളുടെ സ്വപ്നമാണ് ഡൽഹി സർവകലാശാലയിൽ അഡ്മിഷൻ കിട്ടുക. അത് 99% വന്നിട്ടാണ് കട്ട് ഓഫ് വരുന്നത് പലപ്പോഴും. ലേഡി ശ്രീരാമിലൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സ്വർണ്ണ മെഡൽ നേടിയ അമ്മ ശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ചല്ല, പിന്നെ അവർക്ക് നീന്തൽ ചാമ്പ്യനുമായിരുന്നു. കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന് വേണ്ടി അവർ അതെല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിനെ നിഴൽ പോലെ പിന്തുടർന്നു. അപ്പോൾ ആ അമ്മയുടെ പ്രവൃത്തി നിന്ദ്യമാം വിധം അന്യായമായി മകൾക്ക് തോന്നുന്നു. പക്ഷേ ആ അമ്മ വാർദ്ധക്യം ബാധിച്ച് അവശയായ സമയത്ത് തന്നോട് തന്നെ ഉപേക്ഷിച്ചതായി ശരിക്കും തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം അത് ഒരു സ്ത്രീ മാത്രമല്ല. ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഈ അമ്മയോട് ഈ ഭാരതി റായിയോടുള്ള ഭയങ്കര രസമായിരുന്നു. എൻ്റെ കൂട്ടുകാരോട് വീമ്പ് പറയാൻ ഉതങ്ങുന്ന കുറേ അധികം ഗുണങ്ങൾ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മയുടെ അച്ഛനമ്മമാർ താമസിച്ചിരുന്ന മുർഷിദാബാദിലെ ബറാവിൻ്റെ ഒരു നീന്തൽ താരമായിരുന്നു. ഭയങ്കര മിടുക്കിയായിരുന്നു. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ അടുത്ത് എൻ്റെ അമ്മ അങ്ങനെ, ഇപ്പോൾ ഇവൾ എന്ത് ചെയ്താലും പറയും, അമ്മ അങ്ങനെയല്ലേ, അമ്മ ഇങ്ങനെയല്ലേ എന്നൊക്കെ എൻ്റെ അമ്മ കൊണ്ടാണെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിരുമ്പോൾ പോലും ആ അമ്മ അവസാന കാലത്ത് സുഖമില്ലാതെ ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മകൾക്ക് വലിയ ബഹുമാനമൊന്നുമില്ലായിരുന്നു നന്ദു. അവസാനം കുറച്ചും കൂടി ആയപ്പോഴത്തേക്ക് അമ്മ വലിയ സംഭവമൊന്നും അല്ല എന്ന് ഒരു ഇതായിരുന്നു. നിങ്ങൾ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മദർ തെരേസയെ പോലെ ഒരു വിശുദ്ധയായിരിക്കണം. ജനപ്രീതി നേടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നടിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് തോന്നാത്ത സമയത്തും ചിരിക്കാൻ അറിഞ്ഞിരിക്കണം. മറ്റുള്ളവരോട് സമർത്ഥമായി സ്നേഹപ്രകടനം നടത്താൻ കഴിഞ്ഞിരിക്കണം. പിന്നെ ദുരുദ്ദേശപരമോ അല്ലാത്തതായ നുണ ഒരു വാക്കുപോലും പറയുന്ന ദുശാഠ്യമൊന്നും എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നത് പോലെ നിങ്ങൾക്കില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അംഗീകാരം കിട്ടാൻ എളുപ്പമാണ്. ഇതൊക്കെയാണ് ഭാരതി റായ് എഴുതിയിരിക്കുന്നത്. എൻ്റെ അവസാനം ഈ അമ്മയായിട്ട് അടുക്കാനിട വന്ന കാലത്ത് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് വ്യക്തിപരമായ ഒരു കാര്യം അന്വേഷിച്ചു. എന്നോട് പറയൂ അമ്മേ, എനിക്ക് അമ്മയിൽ നിന്ന് പഠിക്കാനാണ്. ജീവിതത്തിൽ അമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നാണ് അമ്മ കരുതുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു മറുപടി ഉണ്ടല്ലോ, നിങ്ങൾ കേൾക്കണം കേട്ടോ. അമ്മ പറയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ കാര്യങ്ങൾ നോക്കിയില്ല. അല്പനിമിഷങ്ങൾക്ക് ശേഷം അമ്മ തുടർന്നു, നിങ്ങളുടെ അച്ഛൻ എന്നെ അവഗണിച്ചില്ല, മറ്റൊരാളും അങ്ങനെ ചെയ്തില്ല. പക്ഷേ ഞാൻ എന്നെ തന്നെ അവഗണിച്ചു. ഞാൻ സുന്ദരിയായിരുന്നു, എന്നാൽ എൻ്റെ സൗന്ദര്യം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല. പലവിധ കഴിവുകളാൽ ഞാൻ അനുഗ്രഹീതയായിരുന്നു, പക്ഷേ ആ കഴിവുകളെ ഒന്നും ഞാൻ പോഷിപ്പിച്ചില്ല. എനിക്ക് നന്നായി സംസാരിക്കാൻ, അതായത് പ്രസംഗകല, എഴുതാനുമുള്ള കഴിവുകളുണ്ടായിരുന്നു. സൈക്കിൾ ചവിട്ടാനും നീന്താനും അറിയുമായിരുന്നു.
ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കൽ എനിക്കിഷ്ടമായിരുന്നു. പാചകകലയിലും വസ്ത്രനിർമ്മാണത്തിലും അവയുടെ രൂപകൽപ്പനയിലും എനിക്ക് വൈഭവമുണ്ടായിരുന്നു. ആ വഴിക്കൊന്നും ഒരു ഉദ്യമവും ഞാൻ നടത്തിയില്ല. എനിക്ക് പല ഉന്നത മോഹങ്ങളും അതിനൊക്കെ ആവശ്യമായ സാമർഥ്യവും ഉണ്ടായിരുന്നു. പക്ഷെ അത് സാക്ഷാത്കരിക്കുന്നതിന് ഞാൻ ഒരിക്കലും പ്രവർത്തിച്ചില്ല. ചുരുക്കം പറഞ്ഞ അവർ പറയാണ്, എനിക്ക് എന്നോട് തന്നെ ഉണ്ടായിരുന്ന കടമ അത് ഞാൻ ചെയ്തിട്ടില്ല. യാഥാർത്ഥ്യം, അതിൻ്റെ ബോധ്യപ്പെടൽ, വേദന, എല്ലാ തിരിച്ചറിവും വളരെ വൈകിയ വേളയിലായിപ്പോയി എന്ന്. ഇനി ഭാരതിറായിയുടെ അമ്മയും അവരുടെ മരണസമയം ഒക്കെ അവിടെ കിടക്കട്ടെ. നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു വരാം. അടുത്ത നിമിഷം നിങ്ങൾ മരിക്കാൻ പോവാന്നൊന്ന് ചുമ്മാ ഒന്ന് വിചാരിച്ചു നോക്കിയാൽ, ശുഭരാത്രി നേരത്തെ വിചാരിക്കാൻ പറ്റിയ കാര്യമാണ് പറയുന്നതെന്ന് പറയരുത്. പക്ഷെ എന്നാലും ഈ ഒരു ചോദ്യം നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മളിൽ എത്ര പേർക്ക് നെഞ്ചു കൈവച്ച് പറയാൻ പറ്റും, ഞാൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്നെ പരിഗണിച്ചിരുന്നുവെന്ന്? പലപ്പോഴും മുൻപ് ആദ്യത്തെ ഭാരതീയറായി പറയുന്നത് പോലെ നമ്മളുടെ എല്ലാം മനസ്സിൽ ആദ്യം തന്നെ ഈ ലെയർ വരികയാണ്. നിങ്ങളെ ബഹുമാനിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി കരുതൽ ചെയ്യുന്നത്, നിങ്ങളുടെ സ്നേഹങ്ങൾ, നിങ്ങളുടെ ആഹ്ലാദങ്ങൾ പരിഗണിക്കുന്നത് എന്തോ തെറ്റാണെന്ന്. ത്യാഗം നല്ലത് തന്നെ. പക്ഷേ മലയാളത്തിൽ നല്ല അടിപൊളിയായിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്, തന്നെ പൂജിച്ചിട്ട് വേണം ദേവരെ പൂജിക്കാനെന്ന്. അങ്ങനെ കുറച്ചൊക്കെ സമയം ഇനി തന്നെ പൂജിക്കാനൂടെ കണ്ടെത്താമെന്ന തീരുമാനത്തോടെ ശുഭരാത്രി.